നമസ്കാരം. ഞാൻ ഷിംസു യാക്കൂബ്. ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു പ്രതികരണം കണ്ടു. തൂക്കിൽ ഏറാൻ വിധിക്കപ്പെട്ട ആ പെൺകുട്ടിയോടുള്ള സഹതാപങ്ങൾ. എനിക്ക് ഉള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇത്രയും ക്രൂരമായി ചെയ്ത ആൾക്ക് അർഹമായ ശിക്ഷ കൊടുത്തിട്ടും അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വഞ്ചനയാണ് ആ കുട്ടി ചെയ്തത്. സ്നേഹിക്കുന്ന ആളെ കൂടെ കൊണ്ട് നടന്ന് അതിൽ വിഷം ചേർത്ത് അത് മരിക്കാൻ കിടന്ന് 8 ദിവസത്തോളം ആ പയ്യൻ മരണത്തോട് മല്ലടിക്കുമ്പോഴും അതിൻ്റെ ഇന്നർ ഭാഗത്തുള്ള വേദന സഹിച്ചുകൊണ്ട് അത് കിടക്കുമ്പോഴും അത് ആ കുട്ടിയിലുള്ള വിശ്വാസമർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വധശിക്ഷയല്ലാതെ വേറെ ഒന്നും കൊടുക്കാനില്ല, അതായിരിക്കാണെങ്കിൽ തന്നെ. അത് കമാൽ പാഷ, അതായത് ജസ്റ്റിസ് കമാൽ പാഷ മറന്നുപോയെന്ന് തോന്നുന്നു. പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്: എൻ്റെ കരളിൻ്റെ കരളായ ഫാത്തിമ കട്ടാലും ഞാൻ കൈവെട്ടും എന്ന് പറഞ്ഞു. അത് നമ്മൾ ഖുർആനികപരമായിട്ടുള്ള ആശയമാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രത്തോളം ക്രൂരകൃത്യം ചെയ്ത ആൾക്ക് വേണ്ടി ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവിടെ ആർക്കും എന്തും ചെയ്യുക എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. ഇതിനെ ഒരു ചെറിയ നിസ്സാരവൽക്കരിച്ച് വിട്ടിരുന്നെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നിസ്സാരമായിട്ട് വരും. അപ്പോൾ എപ്പോഴും കുറ്റത്തിനാണോ എന്നുള്ള ഒരു സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ദയവ് ചെയ്ത് നമ്മൾ ശിക്ഷ, നിങ്ങളെപ്പോലെയുള്ള വലിയ ആളുകൾ ഒക്കെ ഇതിനകത്തുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ശിക്ഷ വിധിക്കുമ്പോൾ ആ ശിക്ഷയ്ക്ക് അനുകൂലമായി തന്നെ നിൽക്കണം. കാര്യം ഇത്രയും ക്രൂരത ചെയ്ത ആൾക്കൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല, ന്യായീകരിക്കാൻ പാടില്ല. അവിടെ അലമുറയിട്ട കരച്ചിൽ കാണുമ്പോൾ തന്നെ അറിയാം അവരിൽ നിന്ന് വേർപെട്ടു പോയ ആ മകൻ എത്രത്തോളം ദുഃഖിതരാണ് അവർ എന്നുള്ളത്. അവരാ ശിക്ഷയിലൊന്നും ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവില്ല, പക്ഷേ അവരുടെ വേദന ഒരിക്കലും മാറില്ല.